തെലുങ്ക് നാട്ടിൽ നിന്ന് മറ്റൊരു അപരാധം മിസ്റ്റർ ബച്ചൻ സ്റ്റാറിംഗ് ദി മാസ് മഹാരാജ് രവി തേജ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കള്ളന്മാര് പൈസയായി കാറിൽ കയറി പോകുന്ന രണ്ടാൾക്കാരെ കാർ റോഡിന് അടിച്ചു പോകുന്നിടത്താണ്. ഈ സമയത്താണ് ഇത് കണ്ട മാസ് മഹാരാജൻ മൂപ്പരുടെ ചേതക്കായി പോയി അവന്മാരുടെ മേലെ ചാടി വീണ് എല്ലാത്തിനും മിടിച്ചു വീഴ്ത്തുന്നത്. ഇവിടെ ഒരുത്തനോട് ആ അടി കണ്ടിട്ടൊരു റിയാക്ഷൻ ഇടാൻ പറഞ്ഞപ്പോൾ ഇവൻ വേറെന്തോ അടി വീഡിയോ കണ്ടിട്ടുള്ള റിയാക്ഷൻ ആണ് ഇടുന്നത്. முதல் முறையா ஆம்பளையா பிறந்ததுக்கு வருத்தப்படுற மாமா, இதே நான் பொண்ணா பிறந்திருந்தேன். ലാസ്റ്റ് മാസ് മഹാരാജൻ ആ കള്ളന്മാരൊക്കെ ഇടിച്ചു വീഴ്ത്തി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇവന്മാരുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഇങ്ങനെ അടിയൊക്കെ കണ്ട് അവരിങ്ങനെ അയാളുടെ മോളെ കെട്ടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കും. പെണ്ണ് കാണല് നടത്താൻ മൂപ്പർക്കാണ് ഏറ്റവും ആവേശം. மாமா வயசுல இருக்கிற பேச்சுலரை வலை போட்டு பிடிச்சிடும். പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നതും രവിയണ്ണന്റെ ഫാമിലി പറയും, ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് പെണ്ണിന്റെ വെയിറ്റിന്റെ അത്രയും സ്വർണ്ണം ശ്രീധരൻ തന്നാലേ കല്യാണം നടത്തൂ എന്ന്. ഇവിടുത്തെ പെണ്ണാണെങ്കിൽ 110 കിലോയും. പക്ഷെ അതൊന്നും പണക്കാരായവർക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു. അവര് സ്വർണം വെച്ച് തൂക്കി അവളെ പൊക്കും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം രവിയണ്ണന്റെ ഒരു ഡ്രാമയായിരുന്നു. ഇങ്ങനെ ശരിക്കും ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ് മിസ്റ്റർ ബച്ചൻ. ആ വീട്ടിൽ കുറെ മലദ്വാർ ഗോൾഡ് ഉണ്ടെന്നറിഞ്ഞ് അത് പിടിച്ചെടുക്കാനുള്ള ബച്ചേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത് മൊത്തം. ബട്ട് ഗൈസ്, ഇപ്രാവശ്യം ബച്ചേട്ടൻ കൈവച്ചത് ഹെവി പവർഫുൾ ടീംസിനായിരുന്നു. അവര് ബച്ചേട്ടൻ ഒരു സസ്പെൻഷൻ അങ്ങ് വാങ്ങിക്കൊടുക്കും. അതോടെ അവിടെ 2 മാസ് ഡയലോഗ് അടിച്ച് ബച്ചേട്ടൻ നാട്ടിൽ പോകും. അങ്ങനെ പണിയൊന്നുമില്ലാതെ നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് രവിയണ്ണന് നായികയെ കണ്ടിട്ട് ഒരു ഇളക്കം വരുന്നത്. മാസ് മഹാരാജന്റെ നായികയുടെ ഏജ് ഡിഫറൻസ് ഏകദേശം 31 വയസ്സാണ്. അതിനോട് പ്രസക്തിയില്ല. അങ്ങനെ രവിയണ്ണൻ ഇവളെ വീഴ്ത്തും. എടോ, തന്നോട് ഇവളെ ലൈനാക്കി വീഴ്ത്താനാണ് പറഞ്ഞത്, അല്ലാണ്ട് എണ്ണ ഇട്ട് വീഴ്ത്താനല്ല. പിന്നീട് ഇവരുടെ കുറെ റൊമാൻറ്റിക് വെറുപ്പിക്കലുകളാണ്. ഇതേ സമയമാണ് ആ ഗ്രാമത്തിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസർ വന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത്, എനിക്ക് ഡാഡി ഗിരിജന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം, അതിനൊരു സപ്പോർട്ട് വേണമെന്ന്. അപ്പോഴാണ് അവർ പറയുന്നത്, അയ്യോ സാർ, ഗിരിജൻ ഭയങ്കര ഗുണ്ടയാണ്, അവിടെ പണ്ട് റെയ്ഡ് ചെയ്യാൻ പോയവനൊക്കെ അവൻ റോഡ് റോളർ കയറ്റി കൊന്നവനാണെന്നൊക്കെ. അത് കേട്ട് പേടിച്ച് അവർ ആ റെയ്ഡ് അബോർട്ടാക്കും. ഇതേ സമയം ഇവിടെ കിളവന് പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇനി കൈയിടാൻ എവിടെയും ബാക്കിയില്ല. അങ്ങനെ ഹാൻഡ് ജോബ് ഒക്കെ നിർത്തി അവർ കല്യാണം കഴിക്കാൻ പ്ലാൻ ആക്കും. അപ്പോഴതാ പെണ്ണിന്റെ തന്ത, ലൈക്ക് എവറി ടിപ്പിക്കൽ ഇന്ത്യൻ ഡാഡ്, ചെക്കന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലേ പെണ്ണ് കെട്ടിച്ചേരുള്ളൂ എന്ന്. പണി പോയി വീട്ടിലിരിക്കണമെന്നൊന്നും പെണ്ണില്ല എന്ന് പറയും. ആ സമയം തന്നെയാവും അവിടേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. യെസ് ഗൈസ്, നമ്മുടെ രവീന്ദ്രനെ വീണ്ടും ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വിളിച്ചിരിക്കുന്നു. അതോടെ പെണ്ണിന്റെ തന്ത ഓക്കെ കല്യാണം നടത്തിക്കൊന്ന്. കഷ്ടം. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസിൽ വീണ്ടും ജോയിൻ ചെയ്ത രവിയണ്ണന് കിട്ടിയ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഗിരിജന്റെ വീട് പോയി റെയ്ഡ് ചെയ്യണം. അങ്ങനെ ബച്ചേട്ടന്റെ കല്യാണത്തിന് 4 ദിവസം ബാക്കി നിൽക്കെ മൂപ്പര് ഗിരിജന്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോകും. ഇനി ഈ പടത്തിലുള്ള 1.5 മണിക്കൂർ 4 ദിവസം നീണ്ടു നിൽക്കുന്ന റെയ്ഡ് എന്ന് പറഞ്ഞ് ഈ മാസ് മഹാരാജൻ കാണിക്കുന്ന അപരാധങ്ങളാണ് ഈ സിനിമ മൊത്തം. അതിന്റെ ഇടയിൽ പുട്ടിന് പീര പോലെ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന കാമുകിനെ വിളിക്കുന്നു, ഡാൻസ് കളിക്കാൻ പോകുന്നു. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് റെയ്ഡ് നടക്കണ വീട്ടിൽ അമ്മച്ചിക്ക് എന്റർടൈൻമെന്റിന് ഡാൻസ് കളിച്ചു കൊടുക്കും. ഒരു ബാലയെ വെറുപ്പിക്കും. അങ്ങനെ എന്തൊക്കെയോ കളികളാണ് ആ വീട്ടിൽ നടക്കുന്നത്. എല്ലാവരുടെ ലൈഫിലും ഒരു റെയ്ഡ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗൈസ്. അതിന്റെ ഇടയിൽ റെയ്ഡിന് പോയ രവീണന്റെ മിസ്സിംഗ് അടിച്ച കാമുകി ഒരുത്തിനെ കൊണ്ട് ബീഡി വലിപ്പിച്ചു കുതിച്ച് അത് മണക്കുന്നു. രവീണന് നല്ല കാജാ ബീഡിയുടെ മണമാണ്. ഈ സമയത്താവും റെയ്ഡ് നിർത്താൻ വേണ്ടി ഗിരിജൻ ബച്ചേട്ടന്റെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയക്കുന്നത്. അതിന് വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ബച്ചേട്ടൻ ഒരു ഗസ്റ്റ് അപരാധത്തെ ഇറക്കും. സിദ്ധു വളർന്നു വരുന്ന ഒരു ഗാരുവാണ്. അവൻ അവിടെ വന്ന് എല്ലാത്തിനും അടിച്ചു ഓടിപ്പിക്കും. ഈ സമയവും ഗിരിജന്റെ വീട്ടിൽ റെയ്ഡ് തുടർന്നുകൊണ്ടേയിരിക്കുകയാവും. അവസാനം റെയ്ഡിന്റെ 4ാമത്തെ ദിവസം ഈ റെയ്ഡ് ഒന്ന് നിർത്താൻ വേണ്ടി ഡാഡി ഗിരിജ CM-നെ കാണാൻ പോകും. അപ്പൊ തന്നെ CM രവിയണ്ണനെ വിളിക്കും. എന്നിട്ട് റെയ്ഡ് നിർത്താൻ പറയും. പക്ഷെ ഗൈസ്, രവിയണ്ണ നിർത്തില്ല. ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാന്ന് പറയും. സോറി സർ, ഇങ്ങ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളിൽ വരുന്നത്. അങ്ങനെ CM-നെ കൊണ്ട് വിളിപ്പിച്ചിട്ടും നടപടിയാവുന്നില്ലെന്ന് കണ്ടതും ഗിരിജൻ നേരെ പ്രധാനമന്ത്രിയെ കാണാൻ പോകും. എന്താ അവിടെ നടക്കുന്നത്? ഗിരിജൻ പ്രധാനമന്ത്രിയെ കണ്ടതും പ്രധാനമന്ത്രി ബച്ചേട്ടനെ വിളിക്കും. ബച്ചേട്ടൻ പോയി പണിയൊക്കെ പറയും. സോറി സാർ, വെടിവെച്ചിടരുത്. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഗിരിജൻ ബച്ചേട്ടന്റെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണ്. പക്ഷെ ഇവിടം കൊണ്ടൊന്നും ഗിരിജന്റെ വെറി തീർന്നില്ല. ബച്ചേട്ടൻ റെയ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെ ലോറിയിൽ കയറ്റി കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാവും. കല്യാണം പണിക്കണോ?
പൊണ്ടാട്ടി വെയിറ്റിംഗ്. അപ്പോഴത്തെ ഗിരിജനും ഗുണ്ടകളും ഒക്കെ വന്ന് ബച്ചേട്ടനെ ആക്രമിക്കും. എന്നിട്ട് വൻ സംഘർഷം. ഇവിടെയാണെങ്കിലോ ബച്ചേട്ടൻ റെയ്ഡ് കഴിഞ്ഞ് വന്ന് കല്യാണം കഴിക്കുമെന്ന പ്രതീക്ഷയിൽ കല്യാണപ്പന്തലിൽ അവളും. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. ലാസ്റ്റ് ഗിരിജനെ അടിച്ചു തോൽപ്പിച്ച് ബച്ചേട്ടൻ നേരെ കല്യാണപ്പന്തലിലേക്ക് പോയി കല്യാണം കഴിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദ, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.